ഉള്ള മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മടിയൻ, ഭയങ്കര കഷ്ടമാണ് ഗൈസ്. സോ മടി, ബാക്കി ഈസ് വെരി ലേസി. സോ നമ്മൾ ഇന്ന് പുതിയ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈവൻ നമ്മൾ താഴെ 2 ദിവസമായിട്ട് വൈകിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇന്നാണ് ഒരു ലോങ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിന് ഞാൻ ആദ്യമായിട്ട് കുളിക്കാൻ പോവാണ് ഗൈസ്. പക്കെ ഓൾറെഡി കുളിച്ച് തണുത്ത് വരച്ചിരിക്കാന്ന് പറയുന്നത് തണുപ്പ് എനിക്ക് പ്രശ്നമല്ല. ലേസി എന്ന് പറഞ്ഞാൽ ഞാൻ റെഡി ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറായി. എനിക്ക് പറയാന്ന് വെച്ചാൽ പക്കി വളരെ അബലയും ദുർബലയുമായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല വെള്ളമായിരുന്നു, ഒരു തണുപ്പുണ്ടായിരുന്നില്ല. എനിക്ക് വലിയ തണുപ്പാന്ന് പറഞ്ഞു, എനിക്ക് വലിയ തണുപ്പുണ്ടായിരുന്നു. അതായത് നിങ്ങള് ജാർഖണ്ഡ് എത്ര പേര് പോയിട്ടുണ്ട്, എത്ര പേര് ജാർഖണ്ഡിൽ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ജാർഖണ്ഡിലെ സിസ്റ്റർ ഞാൻ നേരത്തെ വെളുത്തുള്ളി കഥയിൽ പറഞ്ഞില്ലേ, അതായത് എല്ലാവരും അവരുടേതായ ഉള്ളി, സവാള, പിന്നെ ഉരുളക്കിഴങ്ങ്, പൊട്ടാറ്റോ, ഗാർലിക് ആൻഡ് അണിയൻ, ഇതെല്ലാം അവർ തന്നെ കൃഷി ചെയ്യും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന വീടാണ് ഇപ്പുറത്ത്. അതിന് ഇപ്പുറത്തൊരു ചെറിയൊരു പ്ലോട്ട് ഉണ്ട്. അപ്പൊ അവര് ഈ കാണുന്നത് എന്താണെന്നറിയാം? നോക്കിക്കറിയത് എന്താണ്? തക്കാളി, പോടാ, ഉരുളക്കിഴങ്ങ്. ഇത് ഉരുളക്കിഴങ്ങാണ്. ഈ ഉരുളക്കിഴങ്ങ് നട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇപ്പുറത്ത് ഈ കാണുന്നത് ഇതെന്താന്ന് വെച്ചാൽ ഇത് വെളുത്തുള്ളി. ഇത് വെളുത്തുള്ളിയാന്ന് എങ്ങനെയാ മനസ്സിലാവണമെന്ന് വെച്ചാൽ ഇതിന്റെ ഇല കുറച്ച് പരന്നിട്ടാണ്, അതാണ് ഇത് വെളുത്തുള്ളി എന്ന് മനസ്സിലാവുന്നത്. സവാള ഇവിടെ ഉണ്ടോന്നില്ല, നോക്കട്ടെ. സവാള ഇല്ല, വേറെ സാധനങ്ങളുണ്ട്. സവാള ഇല്ല ഗൈസ്, പക്ഷേ വേറൊരു സാധനം ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നാച്ചുറലാണ്, നാച്ചുറലി ഗ്രോയിങ് ആണ്. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഇതാണ്, മറ്റേ നമ്മുടെ നല്ല സവാള കിട്ടി, സവാള കിട്ടി. ബട്ട് ഇവിടെ എല്ലായിടത്തും നോർമലി ഉണ്ടാവുന്ന ഒരു സാധനമാണിത്. അത് നമ്മുടെ ആവശ്യമുള്ള സാധനമേ അല്ല. ഇതാണ് ഉള്ളി, അതായത് സവാള അല്ല, നമ്മള് കണ്ടത് ഗാർലിക് ആണ്. തിരിഞ്ഞുപോയി ഗൈസ്, എല്ലാം തലതിരിഞ്ഞാണ് സംഭവിക്കുന്നത്. ഇത് സവാള എങ്ങനെയാ മനസ്സിലാന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം ഉരുണ്ടിട്ട് ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യും. ഒരു വീഡിയോഗ്രാഫർ ആണ് പോലും വന്നിങ്ങനെ ഫോക്കസ് ചെയ്യും. ഇല്ല, സേഫാ. ഇത് കണ്ടോ, ഇതുണ്ടോ ഉരുണ്ടിട്ടുള്ള ഇല ഇതിന്റെ, കണ്ടോ? അങ്ങനെയാണ് സവാളയും വെളുത്തുള്ളിയും നമ്മൾ തിരിച്ചറിയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ? വെളുത്തുള്ളിയുടെ പരന്ന ഇലയായിരിക്കും, സവാളയുടെ ഉരുണ്ട ഇലയായിരിക്കും. ഓൾമോസ്റ്റ് കാണാൻ ഒരുപോലെ ഇരിക്കും, ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ നീണ്ടിരിക്കുന്നത്. ഇത് സവാള. ഞാൻ പറഞ്ഞില്ലേ, ഇത് 3ഉം ഇവരുടെ ഭക്ഷണത്തിൽ സ്റ്റേപ്പിൾ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ തക്കാളി. ഇവിടുത്തെ നമ്മുടെ ഓണർ ആന്റിയാണ് ഇവിടെ കഞ്ചാവൊക്കെ നട്ട് വളർത്തുന്നതാണ് നമ്മുടെ വിശ്വാസം. ആന്റിക്ക് പാസ് ബൈ പറയുകയാണ്. ആന്റി എന്തെങ്കിലും കൊടുക്കുന്നു അറിയാം, പക്ഷെ ആന്റി ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഗൈസ്, നമ്മൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. നേരത്തെ ഇറങ്ങിയ റെഡിയായ ആള് ഉത്തരവാദിത്തത്തോടെ ബനിയനൊക്കെ തലതിരിച്ചിട്ട് നടക്കുന്നു. യാത്രകളാണ്. പിന്നെ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പെങ്കോന്തലുണ്ട്, അവരെ പറ്റിട്ട് പറയാൻ. താഴെ കിടക്കുന്നു ഗൈസ്, വണ്ടിയുടെ പേരിയാണ്. ആന്റി വണ്ടി നോക്കി നിൽക്കുന്നുണ്ട്. സോ മച്ച് സ്പേസ് ഉണ്ടെന്നാണ് മഹേന്ദ്ര അവകാശപ്പെടുന്നത്. അവകാശം ഇന്ന് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. പായ അതിജീവിച്ചു മഹീന്ദ്ര എന്തോ പറയുന്നുണ്ട് കേട്ടോ. അവിടെ ഒക്കെ ഓർക്കണേ, ഇവിടെ കണ്ടന്റാണ് ഇവിടെ ഉള്ളത്. എന്താ പറയാ, ഈ സ്ഥലം ഞങ്ങളുടെ ബൈക്ക് കൊണ്ടത് പാർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് ഞാനും എന്റെ കൊളീഗ്, എന്റെ ഫ്രണ്ട് അനീഷ, നമ്മൾ ഒരുമിച്ച് ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മളായിട്ട് പെമ്പിളാണ്. അപ്പൊ ഇവിടെ ഞങ്ങളുടെ നെയ്ബർ ഉണ്ട്, ഭയങ്കര ചുരുക്കണക്ക്. അപ്പൊ കഴിഞ്ഞ ഇടക്ക് ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഒരു ദിവസം ബൈക്ക് കൊണ്ടുപോയി കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എന്താ ഒരു ഷോക്കായി പോയി. കാണല്ലോ ഈ സാധനം, ഇത് പുള്ളിയാണ് ഇട്ടത്, ഇത് പുള്ളിയാണ്. പുള്ളിയുടെ ഫോട്ടോസ്, ഈ പകുതി ഫോട്ടോസ് ഇവിടെ പുള്ളിയുടെയാണ്. പുള്ളിയുടെ എസ്തെറ്റിക് ടാലന്റ് ആണെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പുള്ളിയുടെ എന്റെ ഫുൾ ഫിഗർ അങ്ങനെ ഇവിടെ ഉറച്ചു വെച്ചേക്കാണ്. പിന്നെ ആള് കുറച്ച്
മതപരമായി ഇതുള്ളതുകൊണ്ട് കുറെ മഹാഭാരതത്തിന്റെ ഇതും കുറെ കുതിരകളും ഒക്കെ പറയണ്ട അങ്ങനത്തെ ഒരു ഫോട്ടോയാണ് സോ അപ്പൊ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ്. സ്റ്റാർട്ടിങ്ങില് പക്കി തന്നെയാണ് ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞത്. കാരണം ഞാൻ ഓർത്തത് നല്ല കണ്ട ഇതാണ് ഡ്രൈവിങ്ങിന്റെ ഇത്. സ്റ്റക്കായി എവിടെയോ ഓട്ടോ ഹോൾഡ് ആയതുകൊണ്ട് ബാക്കിക്ക് തീരെ പിടിക്കുന്നില്ല. അവൻ ഓവർടേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോ ഹോൾഡ് വരും. അപ്പൊ അവൻ ദേഷ്യം കയറും. എന്റെ ആന്റി അങ്ങനെ വിചാരിക്കില്ല ഗൈസ്. എന്റെ ആന്റി വാടക ഒന്നും ചോദിച്ചില്ല. അനീഷിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നതാണ് പോകുന്നത്. ഇനി നിങ്ങൾ അനീഷ കണ്ടിട്ടില്ലല്ലോ. സോ അപ്പം ഇത് നമ്മുടെ വ്ളോഗാണ്. നമ്മുടെ വ്ളോഗിന്റെ ചാനലിന്റെ പേരെന്തായിരുന്നു ബാക്കി? പേരില്ലാത്ത ചാനലാണ്. പേരിടും നമ്മളെ. അപ്പം നമ്മളെ എൻ്റെ ലൈഫിലാണ് കാണിച്ചു തരാം. ഓനീസ കിസ്കു. സോ ഗൈസ് ഇതാണ് നമ്മുടെ ജാർഖണ്ഡിൻ്റെ കുറേ വിജൃംഭിച്ച വഴികൾ. അങ്ങനെ ഇങ്ങനെ വഴികൾ നീണ്ടു കിടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗ്സും ഉണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കഥകൾ, വഴികളിലെ കഥകളെല്ലാം അടുത്ത വ്ളോഗ്സിൽ കാണാം ഗൈസ്.